റെയിൻ ഇൻ സമ്മർ എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു സമ്മറിന് ശേഷം പെയ്യുന്ന മഴയുടെ വർണ്ണനകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവിടുത്തെ മാറ്റങ്ങളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സുമാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ നോക്കാം. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ റെയിൻ ആഫ്റ്റർ ദ ഡസ്റ്റ് ആൻഡ് ഹീറ്റ് ഇൻ ദ ബ്രോഡ് ആൻഡ് ഫീറി സ്ട്രീറ്റ് ഇൻ ദ നാരോ ലെയിൻ. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ റെയിൻ. അപ്പോൾ കവി പറയുന്നത് എത്ര മനോഹരമായിരിക്കുന്നു ആ മഴ എന്നാണ്. ആ ഒരു ഹീറ്റിൻ്റെയും ഡസ്റ്റിൻ്റെയും ഒക്കെ ആ ഒരു സമ്മറിന് ശേഷം ഈ ഒരു മഴ ആ ഒരു സ്ട്രീറ്റിൻ്റെ വീതികളിലും അതുപോലെ തന്നെ ആ ഇടവഴികളിലൊക്കെ പെയ്യുമ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ആ കവിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റാൻസ നോക്കാം. ഹൗ ഇറ്റ് ക്ലാറ്റേഴ്സ് അലോങ് ദ റോഡ്സ് ലൈക്ക് ദ ട്രാമ്പ് ഓഫ് ഹൂവ്സ്. ഹൗ ഇറ്റ് ഗഷസ് ആൻഡ് സ്ട്രഗിൾസ് ഔട്ട് ഫ്രം ദ ത്രോട്ട് ഓഫ് ദ ഓവർഫ്ലോയിങ് സ്പോട്ട്. ഈ ഒരു സ്റ്റാൻസിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ആ മഴ പെയ്യുമ്പോൾ അവിടെയുള്ള ആ വീടുകളിലെ റോഫ്സിലൊക്കെ ഇത് ഈ ഒരു മഴ ഇങ്ങനെ തട്ടുമ്പോൾ കുതിരകളുടെ ഒരു ഓട്ടം പോലെ, അല്ലാതെ അതായത് നമുക്ക് ഈ മഴ പെയ്യുമ്പോൾ നമ്മുടെ റൂഫിലൊക്കെ വെള്ളം ഇങ്ങനെ പെയ്യുമ്പോൾ ഒരു ചടപട ചടപട എന്നുള്ളൊരു സൗണ്ട് ഉണ്ടാവുമല്ലോ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ മഴ അവിടെയുള്ള നീർച്ചാലുകളിലൂടെയൊക്കെ ഇങ്ങനെ ഒഴുകുമ്പോഴുള്ള അതിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ഓവർ ഫ്ലോയിങ്ങിനെ പറ്റിയാണ് കവി ഇതിൽ വർണ്ണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് തേർഡ് സ്റ്റാൻസ് നോക്കാം. അക്രോസ് ദ വിൻഡോസ് പെയിൻ ഇറ്റ് പോഴ്സ് ആൻഡ് പോഴ്സ് ആൻഡ് സ്വിഫ്റ്റ് ആൻഡ് വൈഡ് വിത്ത് എ മാഡി ടൈഡ് ലൈക്ക് എ റിവർ ഡൗൺ ദ ഗാറ്റർ റോർസ് ദ റെയിൻ ദ വെൽക്കം റെയിൻ. ഈ ഒരു സ്റ്റാൻസിൽ പറയുന്നത് ജനലുകളിലൂടെയൊക്കെ ഇങ്ങനെ മഴ ഇങ്ങനെ തട്ടി ഒലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല ഇങ്ങനെ ഒഴുകി ഒഴുകി ഒഴിച്ചു കൊണ്ടിരിക്കുന്നതാണ് പോസ് ആൻഡ് പോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒലിക്കുകയാണ് മഴ ജനലിലൂടെയൊക്കെ. അതുപോലെ തന്നെ ഈ ഒരു മഴ ചെളിയിലൊക്കെ തട്ടി വലിയ ചെളിയായിട്ട് എന്താ പറയുക, ഒരു നദി പോലെയൊക്കെ ഒഴുകുന്നു എന്നാണ് പറയുന്നത്. അതായത് മഡി ടൈഡ് അതാണ് ഉദ്ദേശിക്കുന്നത്. മഡ് എന്ന് പറഞ്ഞാൽ ചളി, അപ്പോൾ ചളി വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് ഈ ഒരു മഴ ഇങ്ങനെ ഗട്ടറുകളിലൂടെയൊക്കെ ഇങ്ങനെ എന്താ പറയുക അതുപോലെ ഒഴുകാണ്. അതായത് സമ്മറിന് ശേഷമുള്ള വലിയൊരു മഴയാണ് ഇവിടെ കവി ഇങ്ങനെ വർണ്ണിക്കുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് ലൈനിൽ നമുക്ക് കാണാം കവി ഇവിടെ മഴയെ വെൽക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും കവി ഇവിടെ വെറുക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഈ ഒരു മഴയെ നന്നായി വർണ്ണിക്കുകയും വെൽക്കം ചെയ്യുകയാണ് ഇവിടെ കവി ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസറും ആക്ടിവിറ്റീസും നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വെൻ ഡസ് ദ റെയിൻ ലുക്ക് ബ്യൂട്ടിഫുൾ. എപ്പോഴാണ് റെയിൻ ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ടത് എന്നാണ്. സോ ദ ആൻസർ ഈസ് ദ റെയിൻ ലുക്ക് ബ്യൂട്ടിഫുൾ ആഫ്റ്റർ ദ ഡസ്റ്റ് ആൻഡ് ഹീറ്റ്. അത് നമുക്ക് ഈ പോയത്തിൻ്റെ ഫസ്റ്റ് തന്നെ കാണാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് ദ റെയിൻ എഫക്ട്സ് ദ പീപ്പിൾ ആൻഡ് ദ പ്ലേസസ്. ആ ഒരു മഴ കഴിഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടായ എഫക്റ്റുകൾ എന്തൊക്കെയാണ്, ആ ഒരു പ്ലേസിലും ആ ഒരു പീപ്പിൾസിലും വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്കിതിൽ എഴുതി കൊടുക്കാൻ പറ്റുന്നത്. ഇറ്റ് ഗിവ്സ് റിഫ്രഷ്മെൻറ്റ് ടു ദ പീപ്പിൾ ആൻഡ് പ്ലേസസ്. അപ്പോൾ അവിടെയുള്ള പീപ്പിൾസിൽ ഇതൊരു റിഫ്രഷ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കി. അതുപോലെ തന്നെ ആ പ്ലേസ് ഒരു റിഫ്രഷ്മെൻ്റ് ആയി. കാരണം ആ ഒരു സമ്മറിന് ശേഷം പെയ്യുന്ന ഒരു മഴ കൊണ്ട് കഴിഞ്ഞാൽ തന്നെ അവിടെ സ്ഥലമൊക്കെ നല്ല നീറ്റും ക്ലീനും അടിപൊളിയൊക്കെ ആയിട്ടുണ്ടാവും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് സം ചേഞ്ചസ് ദാറ്റ് യു ഹാവ് സീൻ ആഫ്റ്റർ എ ഹെവി റെയിൻ. ഹെവി റെയിനിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കണ്ടിട്ടുള്ളതായിട്ടുള്ള മാറ്റങ്ങൾ എഴുതാനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളുണ്ടാവുക? സ്ട്രീറ്റ്സ് ആൻഡ് റോഡ് ബിക്കം ഫ്രഷ് ആൻഡ് ടെമ്പറേച്ചർ കൂൾസ് ഡൗൺ ആവും. അതുപോലെ തന്നെ ഗ്രീൻസും പ്ലാന്റ്സൊക്കെ നല്ല ഒന്നുകൂടെ ഗ്രീനറായിട്ടും ഫ്രഷ് ആയിട്ടും വരും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എഴുതാൻ പറ്റുക. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ തിങ്സ് യു വുഡ് ലൈക്ക് ടു ഡു ഓൺ എ റെയിനി ഡേ. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു റെയിനി ഡേയിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെ എഴുതാം? ഐ ലൈക്ക് ടു പ്ലേ ആൻഡ് ഡാൻസ് വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ ദ റെയിൻ. പിന്നെ നമുക്ക് പേപ്പർ ബോട്ട്സൊക്കെ ഫ്ലോട്ട് ചെയ്യാൻ ഇഷ്ടമായിരുന്നു. അങ്ങനെയൊക്കെ നിങ്ങളെ ഇഷ്ടങ്ങളും കൂടെ പരിഗണിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആൻസർ എഴുതാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ പിക്ക് ഔട്ട് ദ ലൈൻസ് ദാറ്റ് ഡിസ്ക്രൈബ് ദ സൗണ്ട്സ് ഓഫ് റെയിൻ. റെയിൻ്റെ സൗണ്ട്സിനെ പറയുന്ന ലൈൻസ് ഏതൊക്കെയാണ് ഈ പോയത്തിലെന്ന് വെച്ചാൽ അതൊക്കെ എടുത്തെഴുതാനാണ്. അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈ ഒരു സെക്കൻഡ് സ്റ്റാൻസയിലാണ്. അപ്പം നിങ്ങൾക്ക് ഈ സെക്കൻഡ് സ്റ്റാൻസ എടുത്ത് എഴുതാം. ഇനി സിക്സ്ത് ക്വസ്റ്റ്യനിൽ ഇതിൽ നിന്നും റൈമിംഗ് വേർഡ്സിനെ എടുത്തെഴുതാനാണ്. ഈ ഒരു പോയത്തിൽ
റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് സെയിം സൗണ്ടിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സ് ആയിരിക്കും. അത് പോയത്തിൻ്റെ ലൈൻസിൽ ലാസ്റ്റിലായിരിക്കും ആ ഒരു വേർഡ്സ് കാണാം. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റാൻസയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു സ്റ്റാൻസയിൽ ഹീറ്റും സ്ട്രീറ്റും വരുന്നുണ്ട്, പിന്നെ ലെയിൻ, റെയിൻ. അടുത്ത സ്റ്റാൻസ് നോക്കാന്ന് വെച്ചാൽ റൂഫ്സ് വരുന്നുണ്ട്, ഹൂഫ്സ്. അത് ഒരേപോലെയുള്ള സൗണ്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഔട്ടും സ്പൗട്ടും. ലാസ്റ്റ് സ്റ്റാൻസ് നോക്കുകയാണെങ്കിൽ വൈഡ്, ടൈഡ്, പോഴ്സ്, റോഴ്സ്. അതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആ വേർഡ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആക്ടിവിറ്റീസിലോട്ട് കിടക്കാം. ആക്ടിവിറ്റി 1 എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ മഴ പല പല എക്സ്പീരിയൻസ് ആണ് പലർക്കും ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യാനാണ് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് റീഡ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇത് എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു എക്സാമ്പിളായിട്ട് ഇതിനെ കാണാം. എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല രസകരമായിട്ടാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു പിക്ചർ കാണാം. അത് മഴയുടെ പിക്ചറാണ്. അതിൻ്റെ സൈഡിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് കൊണ്ടിട്ട് കുറച്ച് സെൻറ്റൻസ് നമുക്ക് കാണാം. ഞാൻ സ്കൈയിൽ നിന്നാണ് വരുന്നത്, ഞാൻ ബേർഡല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് നമുക്ക് കാണാം. അതേപോലെ വേറൊരു സംഭവത്തിൻ്റെ എന്താ പറയുക, സെൻറ്റൻസസ്, അതായത് അതിനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ താഴെ തന്നിട്ടുണ്ട്. അതിന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം അതിൻ്റെ പിക്ചർ അവിടെ ഡ്രോ ചെയ്യാൻ. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാൻ അത് റീഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത്, യു ഓപ്പൺ മീ വെൻ ദ ക്ലൗഡ്സ് പോസ് ഡൗൺ, യു ഫോൾഡ് മീ വെൻ ദ റെയിൻ സ്റ്റോപ്സ്, വാട്ട് ആം ഐ. അതായത് വളരെ സിമ്പിളാണ്. നിങ്ങൾ മഴ പെയ്യുമ്പോൾ, അതായത് ക്ലൗഡ്സ് പോസ് ഡൗൺ എന്ന് പറയുന്നത് മഴ പെയ്യുന്നതിനാണ്. മഴ പെയ്യുമ്പോൾ നിങ്ങൾ എന്നെ തുറക്കും, അതുപോലെ തന്നെ മഴ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ അടച്ച് മടക്കി അവിടെ വെക്കും. എന്താണത്? അതെ, അത് തന്നെ. അപ്പോൾ നമ്മുടെ ആൻസർ അംബ്രല്ലയാണ് വരുന്നത്, അതായത് കുട. അപ്പോൾ നമ്മൾ കുട മഴ വരുമ്പോൾ തുറക്കും, കഴിയുമ്പോൾ പൂട്ടി വെക്കും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതേപോലെയുള്ള കുറച്ച് റിഡിൽസും കൂടെ നിങ്ങളോട് മേക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അതിൽ നിങ്ങൾ സെൻറ്റൻസ് മേക്ക് ചെയ്യണം, അതിനുള്ള ആൻസറും മേക്ക് ചെയ്യണം. അതായത് എന്ത് സാധനമാണോ നിങ്ങൾ എടുക്കുന്നത് അതിൻ്റേതായിട്ടുള്ള സെൻറ്റൻസ് നിങ്ങൾ മേക്ക് ചെയ്യുക. തേർഡ് ആക്ടിവിറ്റി പറയുന്നത്, ഇവിടെ നമുക്ക് കുറച്ച് പിക്ചേഴ്സും അതിൻ്റെ ആ ഒരു പിക്ചറിൽ തന്നിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു വേർഡും തന്നിട്ടുണ്ട്. ആ പിക്ചറിൽ എന്താണോ നടക്കുന്നത് അതിൻ്റെ വേർഡാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇനി നമ്മുടെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ കുറച്ച് വലിയ സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അതിന് ആൻസറായിട്ട് മുകളിൽ നമുക്ക് തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വേർഡ്സ് ആയിരിക്കും വരാം. അപ്പം നമുക്കത് ഏതാണെന്ന് കണ്ടെത്തി അതിന് മാച്ച് ആവുന്നത് എഴുതി കൊടുക്കണം. ഒന്നാമത്തത്, എ സഡൻ ഹെവി ഫാൾ ഓഫ് ഹെയിൽ സ്റ്റോൺസ്. അത് ഹെയിൽ സ്റ്റോൺ തന്നെയാണ് വരിക, അതിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തത്, എ വെരി ലൈറ്റ് റെയിൻ ഫോളിങ് സ്ലോലി ആൻഡ് സ്റ്റഡിലി. അപ്പം ഈ ഒരു സ്ലോ ആൻഡ് സ്റ്റഡിലി ആയിട്ട് മുകളിൽ ഏത് പിക്ചറാണ് റെയിൻ ഫോൾ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ മുകളിൽ നോക്കിയാൽ ഡ്രിസിലാണ് ഇതിന് ആൻസറായിട്ട് കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതിനും ആൻസർ എഴുതി കൊടുക്കാം. ഹെവി ഇൻറ്റൻസ് ആയിട്ട് വരുന്ന റെയിൻഫോൾ നമുക്ക് ഡോൺ പോർ എന്ന് എഴുതാം. അതായത് ലൈറ്റ് ഫോൾ ഓഫ് റെയിൻ, അതായത് സൺഷൈനോട് കൂടെ വരുന്ന ലൈറ്റ് ഫോൾ ഓഫ് റെയിനിന് നമുക്ക് സൺ ഷവർ എന്ന് എഴുതി കൊടുക്കാം. സ്ട്രോങ് വിൻഡോട് കൂടി വരുന്ന സഡൻ റെയിനിന് നമുക്ക് എന്ത് എഴുതാം? റെയിൻ സ്ട്രോം എന്ന് എഴുതാം. പിന്നെ ലാസ്റ്റിലായിട്ട് എന്താണ്? ലൈറ്റ് റെയിൻ ദാറ്റ് കംസ് ആൻഡ് ഗോസ്. ഇങ്ങനെ വന്നും പോയും കളിക്കുന്ന ചെറിയ ലൈറ്റായിട്ടുള്ള മഴക്ക് എന്ത് എഴുതാം? ഷവേഴ്സ് എന്ന് എഴുതാം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററും ഇതിൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.